ഹായ് ഗുഡ് മോർണിംഗ്. ഞാൻ എൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ സ്വന്തം വീട്ടിൽ മമ്പാടുള്ള അമ്മേൻ്റെ വീട്ടിൽ നിന്ന് ഇന്നലെ വൈകുന്നേരമാണ് പോകുന്നത്. അപ്പോൾ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞു, ചായ കുടിച്ചില്ല. ഇപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ 9-9:30 അപ്പോൾ ചായ കുടിക്കാൻ നിൽക്കുക. കുളി കഴിഞ്ഞ് വന്നിട്ടാണ് ഓരോ പണി കൊടുത്തത്. ഒരു തട്ടൽ കൊട്ടൽ കഴുകൽ ആകെ മൊത്തം ഫർണിച്ചർ കഴുകലൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ചായ കുടിക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കാന്താരി പെണ്ണ് എൻ്റെ കൂടെ നിൽക്കും. ഇതാരാ പറ. ഇതോ ഞാൻ പേരൊന്നുമില്ല, ഞാൻ ലച്ചുമോൾ. വേദിക എന്ന് പറഞ്ഞു, അവളെ പുതിയ പേര് വേദികയാണ് കേട്ടോ. ഞങ്ങളെ ലച്ചുമോൾ, എൻ്റെ ലച്ചുമ്മ അല്ലേ. എൻ്റെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം, നൂൽപുട്ട്. ഞങ്ങളുടെ ഭാഷയിൽ നൂൽപുട്ട്, ചില ആൾക്കാരൊക്കെ ഇതിന് ഇടിയപ്പം എന്നറിയും. ഞങ്ങൾ ഇഡ്ഡലി ചെമ്പിലാണ് കേട്ടോ ഇതുണ്ടാക്കുക, ഇഡ്ഡലി തട്ടിൽ. അപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നൂൽപുട്ടാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ നാത്തൂന് ഉണ്ടായി തന്നാണ്, മൈ ഫേവറേറ്റ് ആണ് പറഞ്ഞപ്പോൾ. എനിക്ക് സത്യം പറഞ്ഞാൽ നൂൽപുട്ട് ഉണ്ടാക്കാൻ അറിയില്ല. ലച്ചുമോളമ്മ നമ്മൾ നാത്തൂൻ ഉണ്ടാക്കി തന്നാണ്. അതാ അവള് അമ്മായിൻ്റെ കുട്ടിയാണോ? ഈ അമ്മായിൻ്റെ കുട്ടി. ഇത് വല്യമ്മായിൻ്റെ കുട്ടിയാണോ ചെറിയമ്മായിൻ്റെ കുട്ടിയാണോ? വല്യമ്മായി വരുമ്പോൾ വല്യമ്മായി ഇവിടെ ഇല്ലാതെ നിൽക്കുമ്പോൾ ചെറിയമ്മായിൻ്റെ. അപ്പം ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പം ചായ കൂടി ആയിട്ട് എന്നിട്ട് ഞാൻ ഞങ്ങളുടെ പച്ചക്കറിയിൽ നിന്ന് പറിച്ചു കൊടുന്ന പച്ചക്കറികൾ കൊണ്ട് സാമ്പാർ, ഉപ്പേരി. നൂൽപുട്ടിൻ്റെ കൂടെ ചായ കേട്ടോ കുടിക്കുന്നത്, ചൂടുവെള്ളം. ചായ നല്ലൊരു കപ്പ് ചായ ഞാൻ കുടിച്ചു. വളയത്തെ വീട്ടിൽ നിന്ന് ഞാൻ ചായ കൂടി കുറവാണ്. അപ്പോൾ അവിടെ എത്തിയാൽ ഞാൻ ചായ കുറയ്ക്കും, ഒരു ഗ്ലാസ്സൊക്കെ ഉള്ളൂ. അല്ലെങ്കിൽ രാവിലെ ചായക്ക് പകരം വെള്ളം കുടിക്കും, വൈകുന്നേരം കുടിക്കുള്ളൂ. ഇത് നല്ല പാൽ ചായ ഒരു കപ്പ് രാവിലെ ഒന്ന് കുടിക്കുന്നത്. ലച്ചുമ്മ എന്നാ മതിയോ? ഭയങ്കര ഇഷ്ടമാണ് നൂൽപുട്ടും മുട്ടക്കറിയും, എൻ്റെ ഫേവറേറ്റ്. അതേപോലെ പൊറാട്ടയും മുട്ടക്കറിയും, അതൊക്കെയാണ് ഫേവറേറ്റ്. ദോശ, ചട്നി, ഇഡ്ഡലി, സാമ്പാർ അല്ലേ. ഞാൻ അമ്മായിനെ നോക്കിക്കോട്ടോ. അമ്മായി വയസ്സാകുമ്പോൾ കണ്ണിനോണ്ട് ഇങ്ങനെ നോക്കിക്കോട്ടോ, അങ്ങനെ നോക്കുക. അമ്മായി വയസ്സാകുമ്പോൾ അമ്മായിക്ക് വെറ്റിലൊക്കെ തന്നോളൂ കേട്ടോ. വെറ്റില തന്നോളൂ കേട്ടോ. വയസ്സായ ആൾക്കാർ വെറ്റിലൊക്കെ തന്നു. ലച്ചുമോളെ എന്നാണ്ട്, ലച്ചുമോളെ. ദൈവമേ ചിരിക്കാൻ. അപ്പം നമുക്കിന്ന് ശാന്തി വീട്ടിൽ നിന്ന്, അമ്മേൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന അടതാപ്പ് ഒരു കായ എടുത്തിട്ട് ഇറച്ചിയൊക്കെ വെക്കുന്ന പോലെ വെച്ച് നോക്കാം. എന്നിട്ട് ടേസ്റ്റ് ഉണ്ടെങ്കിൽ പിന്നെ വെക്കാം. ആദ്യം ഒരു പരീക്ഷണം. എല്ലാവരും വെക്കുന്നതാണ്. ഞാൻ ഓരോ യൂട്യൂബ് ചാനലിലൊക്കെ കണ്ടിട്ടാണ് അടതാപ്പ് ഇപ്പോൾ കറി വെക്കുന്നതും കൃഷി ഉണ്ടാക്കുന്നതൊക്കെ. അപ്പം ഒന്ന് വെച്ച് നോക്കട്ടെ. അടതാപ്പ് കറി വെക്കാം. ഒരു കുട്ടിയില്ല അടതാപ്പാണ്. ഓ, ഇത് നല്ല ഉറപ്പുണ്ടല്ലോ. നമുക്ക് പൊട്ടിക്കാൻ കഴിയൂല കുഞ്ഞേ. ഇത് അവക്കാടോൻ്റെ പോലെ ഉണ്ട്. അവക്കാടോ അതിൻ്റെ ഉള്ളു പോലെയാണ്. അതിൻ്റെ ലൈറ്റ് മഞ്ഞയും പച്ചയും കളർ. പേരെന്താ? അവക്കാടോൻ്റെ പോലെ ഉണ്ട് ഇതിൻ്റെ ഉള്ളു കണ്ടാൽ. അങ്ങനെ ഞങ്ങൾ ഇറച്ചിക്കാച്ചിൽ ഞങ്ങൾ റെഡിയാക്കുകയാണ്. അപ്പോൾ ഇതാ ഈ തോലില്ലേ, ഈ തോല് ഇങ്ങനെ ചീന്തിയെടുക്കാൻ പറ്റില്ല. ഇങ്ങനെ ചീന്തിയാൽ ഈ പച്ച കളറ് കഴിക്കുമെന്നാണ് പറയുന്നത്. ചാനലിലൊക്കെ അങ്ങനെ കേട്ടോ കണ്ടത്. ഇത് തോലിങ്ങനെ ചീന്തിയെടുക്കാതെ ഇങ്ങനെ ചെത്തി കളയും.
അങ്ങനെ ഇതാ അടതാപ്പ് കിഴങ്ങ് ഞാൻ മുറിച്ചെടുത്ത് കഴുകി വൃത്തിയാക്കിയതാ കുക്കറിൽ വേവിക്കുകയാണ് കേട്ടോ. കുക്കറിൽ ഒരിത്തിരി മഞ്ഞൾപ്പൊടി, ഇത്തിരി മുളക് പൊടി, ഒരിത്തിരി ഉപ്പ് അതെല്ലാം കൂട്ടിയിട്ട് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒരു 2-3 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കുകയാണ് കേട്ടോ. നമ്മുടെ അടതാപ്പ് കിഴങ്ങ് ഇതാ വെന്തിട്ടുണ്ട് കേട്ടോ. 4 വിസിലാണ് ഞാൻ കുക്കറിൽ ഇതാ വിസിൽ വന്നത്. ഇതാ നമ്മൾ ഉരുളക്കിഴങ്ങ് പോലെ തന്നെയാണ്. ഇനി ഞാനിതൊന്ന് വരട്ടിയെടുക്കട്ടെ. അങ്ങനെ ഇനി നമുക്ക് മസാല തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ 2-3 ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചത്, ചട്ടി അടുപ്പത്ത് വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു, പച്ചമുളക്. അപ്പോൾ ചെറിയൊരു കിഴങ്ങാട്ടോ ഞാനെടുത്തത്, അതുകൊണ്ടാണ് ഈ സാധനങ്ങളൊക്കെ കുറച്ചത് കേട്ടോ. ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചു, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതാ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി, സവാള, പച്ചമുളക് അതും കൂടെ ഒന്ന് വഴറ്റിയിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു പിഞ്ച് ഗരം മസാല, പിന്നെ 1 ടീസ്പൂൺ ചിക്കൻ മസാല എല്ലാം കൂടെ ഇതാ ഞാൻ എടുത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. അതിതാ ഈ തക്കാളി ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റി പച്ചമണം മാറിയതിന് ശേഷം അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കിഴങ്ങില്ലേ അതും ഇതിലിട്ടിട്ട് 2-3 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. ജസ്റ്റ് ഒന്ന് അടച്ച് വയ്ക്കുക. ഒരു 2 മിനിറ്റ് അടച്ച് വെച്ചതിന് ശേഷം വാങ്ങി വെച്ചാൽ നമ്മുടെ അടതാപ്പ് കിഴങ്ങ് മസാല റെഡിയാവും കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മുടെ ചിക്കനൊക്കെ വരട്ടി വെക്കൂലേ മസാലയൊക്കെ വെച്ചിട്ട് അതുപോലെ തന്നെ ബീഫ് വെക്കുന്ന പോലെ തന്നെ. പിന്നെ ഇത് നമ്മൾ മല്ലിയും മുളകും ഗരം മസാല എല്ലാം കൂടെ കൂട്ടിയിട്ട് വറുത്തരച്ച് വെച്ചാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ലഞ്ച് കേട്ടോ. നല്ല ചോറുണ്ട്, പിന്നെ ഞങ്ങളുടെ പച്ചക്കറിത്തോട്ടത്തിൽ നിന്ന് പറിച്ചെടുത്ത വെണ്ടയും വഴുതനയും തക്കാളിയൊക്കെ ഇട്ട് പരിപ്പ് ചേർത്ത സാമ്പാറുണ്ട്. പിന്നെ ഇതാ കിഴങ്ങ് മസാല, അതായത് നമ്മുടെ പുതിയ അടതാപ്പ് കിഴങ്ങ് മസാല. പിന്നെ ഇതാ പയർ തോരനുണ്ട്, പപ്പടമുണ്ട്. പിന്നെ എനിക്കൊരു മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലുണ്ടാകുന്ന കോമാങ്ങ, കോമാങ്ങ ഞങ്ങളുടെ നാട്ടിൽ കോമാങ്ങ എന്നാട്ടാ പറയുക. അത് ഞാനിതാ കുനുകുനേ അരിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് കടുക് വറുത്തിട്ട് പെട്ടെന്നായിട്ടൊരു അച്ചാറും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. എനിക്കാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇനി ഞങ്ങളെല്ലാവരും കൂടി ഇരുന്നതാ ഭക്ഷണം കഴിക്കണം. അപ്പോൾ അതാണ് ഇന്നത്തെ ഞങ്ങളുടെ ലഞ്ച് കേട്ടോ. അങ്ങനെ ഉച്ചഭക്ഷണം കഴിക്കാൻ കേട്ടോ. ഇതാ ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായപ്പോഴത്തേന് വേറെ ഒരു വിരുന്നുകാരനും കൂടി എത്തി. ഞങ്ങളുടെ മോനൂസ് നോക്കൂ തളിച്ചമ്മ. ഞങ്ങളെല്ലാവരും ഇരിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ സ്റ്റെയർ കേസുമല്ല ഇരിക്കുള്ളൂ. എല്ലാവർക്കും ഇവിടെ ഇരുന്നാലേ ഒരു സമാധാനമാണ് വേറെ കൂടെ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ടാറ്റാ. അതൊക്കെ ചോറാണ്. അത് പപ്പടമാണോ? അച്ചാറാണോ? പപ്പടമാണോ? പപ്പടമാണേ? പിന്നെന്താണ്? ഇറച്ചിയാണോ? ഞാൻ സ്റ്റെപ്പുമെന്നൊക്കെ ഇറങ്ങിയിട്ട് താഴ്ത്തിരുന്ന് കഴിഞ്ഞിട്ടാണ് ഒറ്റ വീഡിയോണ്ടോളൂ. അപ്പോൾ അടതാപ്പിൻ്റെ കിഴങ്ങ് മസാല സൂപ്പർ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ബാക്കി വിശേഷങ്ങളായിട്ട് പിന്നെ വരാം കേട്ടോ. താങ്ക് യു.